ഗൈസ്, വെൽക്കം ടു യെറ്റ് അനദർ വ്ലോഗ്. ഇന്ന് നമ്മൾ പോകുന്നത് ബാത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ്. സോ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇപ്പം തന്നെ വരാം. സോ ഇപ്പോൾ നമ്മൾ ബാത്തിലെത്തി. ഇവിടെ ഉള്ള മൊത്തം ബിൽഡിങ്സ് കണ്ടാലറിയാം, ഒരു എന്താ പറയുക, എല്ലാത്തിനും ഒരു ആൻറ്റീക്ക് വൈബൊക്കെയാണ്. സോ നമ്മൾ കുറച്ച് ബ്രേക്ക്ഫാസ്റ്റ് സാധനങ്ങൾ കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നെങ്കിലും വിശപ്പൊന്നും അറിയിച്ചില്ല. ഇവിടെ എത്തിയപ്പോഴത്തേനും ലേറ്റായി, ട്രെയിൻ ഡിലേ ആയി, ഇപ്പോൾ മൊത്തത്തിൽ ലേറ്റായി. സോ ഇപ്പോൾ പോയിട്ട് ഒരു ബ്രഞ്ച് പോലെ എന്തെങ്കിലും കാര്യമായിട്ട്, നല്ലോണം വിശക്കുന്നതുകൊണ്ട് എന്തെങ്കിലും കാര്യമായിട്ട് കഴിക്കാം എന്നാണ് വിചാരിക്കുന്നത്. എന്നിട്ട് ലഞ്ച് സ്കിപ്പ് ചെയ്തിട്ട് ബ്രഞ്ച് പിന്നെ ഈവനിങ്ങിൽ കഴിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടായിരിക്കും മെയിൻ സ്പോട്ട്സൊക്കെ. ഓ മൈ ഗോഡ്, ഇവിടെ എല്ലാ എങ്ങനത്തെ ടൈപ്പ് ഓഫ് കടകളാണെങ്കിലും ഇറ്റ്സ് ഓഫ് ദ സെയിം കളർ. അല്ലാണ്ട് ഈ ഒരു നോക്കിക്കേ, നേരെ ബാക്ക് കാണുന്നത് ആപ്പിൾ സ്റ്റോറാണ്. മൊത്തം ഓരോരോ ബ്രാൻഡിൻ്റെ കടകളാണെങ്കിലും അവരെ പേരുണ്ടെന്നേ ഉള്ളൂ. മൊത്തം ബിൽഡിംഗ് മൊത്തം ഈ ഒരു കളർ പാലറ്റ്, വിച്ച് ഇസ് സോ നൈസ് ടു സീ. നല്ല രസമുണ്ട്. പക്ഷേ ഇവിടെ എവിടെ കുടുങ്ങിപ്പോയാലും ഒരേ സ്ഥലത്ത് എത്തിയ പോലെ തോന്നുന്നതാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ ഇവിടെ എത്തിയ പാട് സ്റ്റേഷൻ്റെ മുന്നിൽ നിന്ന് കുറച്ച് ഇങ്ങനെ എന്താ പറയുക, ടൂറിസ്റ്റ് ആൾക്കാർക്ക് ഹെൽപ്പ് ചെയ്യുന്ന പോലത്തെ ഗൈഡ്സ് ഉണ്ടായിരുന്നു. ഗൈഡ്സ് അല്ല, അംബാസഡേഴ്സാണ് അവർ. അപ്പോൾ അവിടുന്ന് എനിക്ക് ഫ്രീ മാപ്പ് ഓഫ് ബാത്ത് കിട്ടി. ഇതിൽ നല്ല കാറ്റുണ്ട് കേട്ടോ അവിടെ. ഇതിൽ നമ്മൾ മസ്റ്റ് വിസിറ്റ് ആയിട്ട് നമ്മൾ എന്താ പോകേണ്ട അങ്ങനത്തെ സ്ഥലങ്ങൾ അതൊക്കെ ഓൾറെഡി സ്പോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് അങ്ങോട്ടേക്ക് പോയാൽ മതി. ഇപ്പോൾ എവിടെയൊക്കെ പോകണം അങ്ങനത്തെ കൺഫ്യൂഷൻസ് ഒക്കെ ഒഴിവാക്കാൻ എവിടെ പോവുകയാണെങ്കിലും ഇങ്ങനത്തെയൊക്കെ സംഭവം ഉണ്ടെങ്കിൽ അത് ഭയങ്കര നല്ല. സോ ഇപ്പോൾ നമ്മൾ ദ ഗ്രീൻ ബേർഡ് കഫേ എന്ന് പറഞ്ഞിട്ടുള്ള കഫേയിൽ ബ്രഞ്ച് കഴിക്കാൻ വേണ്ടി വന്നതാണ്. ആൻഡ് ഇവിടെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. നമ്മളൊരു 15 മിനിറ്റോളം വെയിറ്റ് ചെയ്തു. ഓരോ ടേബിൾ ഒഴിയുമ്പോഴാണ് നമ്മളെ വിളിക്കുന്നത്. ആൻഡ് ലക്കിലി വി ഗോട്ട് ദിസ് കോർണർ ടേബിൾ. എന്നുവെച്ചാൽ പുറത്തേക്ക് ഇത്രയും നല്ല വ്യൂ ഉള്ള ടേബിൾ കിട്ടി. ആൻഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് ഫുഡിന്. പിന്നെ ഫുഡ് വന്നിട്ട് കാണിച്ചു തരാം എങ്ങനെയൊക്കെ ഉണ്ടെന്ന്. ഐ എം സോ ഹാപ്പി. എനിക്കറിയില്ല, എനിക്കെന്തോ ഇതൊക്കെ ഭയങ്കര നല്ല ടേബിൾ, നല്ല സ്ഥലം അങ്ങനെ. അങ്ങനെ ഇപ്പോൾ ഐ എം അറ്റ് ദ റോയൽ ക്രസൻറ്റ്. ഇതാണ് സംഭവം. ഇതെന്ന് പറയുന്നത് ഒരു 1760s-ൻ്റെയും 70s-ൻ്റെയും ഇടയ്ക്ക് ഉണ്ടാക്കിയ 150 മീറ്റർ നീളമുള്ള ഒരു വലിയ ബിൽഡിങ്ങാണ്. ഇതിലാണെങ്കിൽ ഇത് മൊത്തം വീടുകളാണ് കേട്ടോ. ഇത് മൊത്തം ടെറസ്ഡ് വീടുകളാണ്. ആ കാലഘട്ടത്തിൽ ജോർജിയൻ ആർക്കിടെക്ചറാണ് ഇത് മൊത്തം. ആൻഡ് ജോൺ വുഡ് എന്ന് പറഞ്ഞിട്ട് ആരോ ആണ് അത് ഉണ്ടാക്കിയത്. ഞാൻ നോക്കിയപ്പോൾ ഇറ്റ് ഈസ് ലൈക്ക് എന്തോ ഒരു പാലസ് ഒക്കെ പോലെ, മൊത്തത്തിലൊരു പാലസ് പോലെ. പക്ഷേ ഇത് എത്രയോ വീടുകളാണ്, എത്രയോ. സി ആൻഡ് ഇതിൻ്റെ വേറൊരു മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് സ്ട്രെയിറ്റ് ലൈൻ പോലെ ഇല്ല, ഇങ്ങനെ കർവ്ഡ് ആയിട്ടുള്ളൊരു ബിൽഡിങ്ങാണ്. അതുപോലെ ഈ റോയൽ ക്രസൻറ്റ് ഉണ്ടാക്കിയപ്പോൾ അത് ടെറസ്ഡ് വീടുകളായിട്ടാണ് ഉണ്ടാക്കിയത്. ആ മൊത്തം ബിൽഡിങ് അതും 17 ആ ടൈമിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. പക്ഷേ ഇപ്പോൾ അത് ഇവർ അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് ഒരു മ്യൂസിയമായിട്ട് നടത്തുന്നുണ്ട്. ടിക്കറ്റ്സ് എടുത്തുകൊണ്ട്. അപ്പോൾ ടിക്കറ്റ് എടുക്കണമായിരുന്നു. അതുകൊണ്ട് നമ്മളിപ്പോൾ അതിൽ കയറിയിട്ടില്ല, പുറത്തുനിന്ന് കണ്ടു മൊത്തത്തിൽ. പിന്നെന്താ, പിന്നെ എക്സിബിഷൻസും അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് മെയിൻലി ഇപ്പോൾ ഈ റോയൽ ക്രസൻറ്റിൽ നടക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. വീടുകൾ എന്ന് പറഞ്ഞത് നോർമലി അത് ഉണ്ടാക്കിയപ്പോൾ അത് വീടുകളായിട്ടാണ് അവർ ഉണ്ടാക്കിയത്. ഓക്കെ, അപ്പോൾ നമ്മൾ വീണ്ടും നടന്ന് ക്ഷീണിച്ചിട്ട് ഒരു ഉഷാറ് കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ളൊരു ഇറ്റാലിയൻ കാഫേയിൽ കോഫി കഴിക്കാൻ കയറിയതാണ്. എനിക്ക് പിന്നെ കോഫി കുടിക്കാൻ തോന്നിയില്ല, ഇപ്പോൾ ഫുഡ് കഴിച്ചിട്ടേ ഉള്ളൂ എന്നൊരു തോന്നൽ. അതുകൊണ്ട് ഞാനൊരു ചാംസ് മേടിച്ചു.
ആൻഡ് ഇവിടെ ഒരു ക്യാപ്പച്ചിനോ ഉണ്ട്. സോ നൗ ലെറ്റ്സ് ടേസ്റ്റ് ദിസ് ടിരാമിസു. എങ്ങനെയുണ്ടെന്ന് അറിയില്ല. വാവ് സാധനമല്ല, പക്ഷെ എനിക്ക് ടിരാമിസു ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഏത് ടിരാമിസു ഞാൻ കഴിക്കും. അതുകൊണ്ട് എനിക്ക് ഇഷ്ടമാണ്. അങ്ങനെ നമ്മുടെ നെക്സ്റ്റ് സ്പോട്ടായിട്ട് നമ്മൾ വന്നിട്ടുള്ളത് സെൻറ്റ് ജോൺസ് ഇവാഞ്ചലസ്, കറക്റ്റാണോ? ചേർച്ചിലാണ്. ആ ചേർച്ചിലാണ്. സോ ഇവിടെ വിസിറ്റ് ചെയ്തതിന് ശേഷം വിൽ ബി ഗോയിങ് ടു ദ റോമൻ ബാത്ത് ആൻഡ് ആബേ ബാത്ത്. റോമൻ ബാത്തിൽ ടിക്കറ്റ് ഉണ്ടെന്നാണ് ഞാൻ കേട്ടത്. സോ അവിടെ പോയിട്ട് എങ്ങനെയാണ് ടിക്കറ്റ് റേറ്റ്സ് എന്നൊക്കെ നോക്കണം. ആബേ ബാത്ത് എന്താ പറയുക, ഫ്രീ ആണെന്നാണ് ഞാൻ നോക്കിയപ്പോൾ കണ്ടത്. അതും എങ്ങനെയാണെന്നറിയില്ല, അവിടെ എത്തിയാലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ അത് നോക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു റിവർ ഉണ്ട്, അതിൻ്റെ സൈഡിൽ കൂടെ നല്ല വാക്ക് ചെയ്യാൻ പറ്റും ഒരു ഈവനിങ് സൺസെറ്റൊക്കെ ആവുന്ന സമയമാകുമ്പോൾ. പിന്നെ പ്ലസ് വേറെന്താ, എന്തോ ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു, മറന്നുപോയി ഗൈസ്, മറന്നുപോയി. ഞാനിപ്പോൾ ഇരിക്കുന്നത് കറക്റ്റ് റോമൻ ബാത്താണ്. അത് റോമൻ ബാത്തിൻ്റെ ഓപ്പോസിറ്റാണ് ഞാൻ ഇരിക്കുന്നത്. ആൻഡ് അവിടെ ടിക്കറ്റ് എടുക്കണം. ആൻഡ് ഒരു 10 പൗണ്ടൊക്കെ ആണെങ്കിൽ ഓക്കെ ആയിരുന്നു. പക്ഷെ അവിടെ സ്റ്റുഡൻസിന് തന്നെ 27 പൗണ്ടാണ്. അഡൽട്ട് എന്ന് പറയുമ്പോൾ തന്നെ 31 അങ്ങനെ എന്തോ ആവുന്നുണ്ട്. സോ ദാറ്റ് ടിക്കറ്റ് എടുത്തുകൊണ്ട് കയറുന്നില്ല എന്ന് വിചാരിച്ചു. പുറത്തുനിന്ന് ഇവിടെ ഞാൻ മെയിനായിട്ട് ഇവിടെ വന്നിട്ട് കണ്ടത് എല്ലാ സ്ട്രീറ്റിലും എന്ന് വെച്ചാൽ എല്ലാ ജംഗ്ഷനിലും എത്തുമ്പോഴും അവിടെ ഒരു ആള് നിന്ന് പാട്ട് പാടുന്നുണ്ടാവും. ഇപ്പൊ തന്നെ ഇവിടെ ഒരാൾ പാട്ട് പാടുന്നുണ്ട്, അപ്പുറത്ത് വേറൊരാൾ നിന്ന് പാട്ട് പാടുന്നുണ്ട്. അങ്ങനെയൊക്കെ. ആൻഡ് ഈ സൈഡുള്ളതാണ് ആബേ ബാത്ത്. അതിലൊരു ഫണ്ണി സ്റ്റോറി ഉണ്ട്. ഞങ്ങളിപ്പോൾ ഒരു 2 മിനിറ്റ് മുന്നേ ഈ ആബേ ബാത്തിൻ്റെ സൈഡിൽ നമ്മൾ വിചാരിച്ചത് പഴയ പള്ളിയാണ്, അത് അങ്ങനെ തുറന്നിട്ടൊന്നുമില്ല, അങ്ങനെയൊക്കെയാണെന്ന്. അത് ഇതിൻ്റെ മെയിൻ ഡോറ് കാണുന്നതിന് മുന്നേ സൈഡിൽ കൂടെ ഇങ്ങനെ നടന്നിട്ടാണ് ഇവിടെ എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ നടക്കുന്ന സമയത്ത് ആരോ ഒരു സൈഡ് കുഞ്ഞു വാതിലിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് വരുന്ന കണ്ടു. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഓക്കെ എന്താ നോക്കാമല്ലോ വിചാരിച്ചിട്ട് ഞങ്ങൾ ആ കുഞ്ഞു ഡോറിൻ്റെ ഉള്ളിൽ കൂടെ കയറി അതൊക്കെ ഇങ്ങനെ വിസിറ്റ് ചെയ്തു ഇറങ്ങി. ഒരു 2-3 മിനിറ്റിൽ സംഭവം തീർന്നു, ഇറങ്ങി. അത് ഞങ്ങൾ ഇത് മൊത്തം ചുറ്റി കണ്ട് ഇവിടെ വരുമ്പോഴാണ് ഈ ആബേ ബാത്തിൽ 9 പൗണ്ട്സ് ടിക്കറ്റ് ഫീ ഉണ്ട്. പക്ഷേ ഞങ്ങൾ കയറി ഇറങ്ങി. എനിക്കറിയില്ല, അറിഞ്ഞുകൊണ്ടല്ല, പക്ഷേ ഞങ്ങളിവിടെ വന്ന് നോക്കുമ്പോഴാണ് മനസ്സിലായോ നമ്മളിപ്പോൾ ഇതിലല്ലേ കയറിയേ അങ്ങനെ. അപ്പോൾ അവിടെ കയറാൻ പറ്റി. റോമൻ ബാത്തിൽ കയറുന്നില്ല തൽക്കാലം. അല്ലാതെ ഇവിടെയൊക്കെ ഒന്ന് നടന്ന് കണ്ട് കുറച്ച് പിക്കൊക്കെ എടുത്ത് ഇരിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം ഞാൻ കയറാൻ പോകുന്ന ഷോപ്പാണ് ബാത്ത് അക്വാ ഗ്ലാസ്. ആൻഡ് ഇവിടെയുള്ള എല്ലാ സംഭവം ഇവർ ഗ്ലാസ് ആർട്ട്, എനിക്കറിയില്ല ഇതിനെന്താ പറയുന്നത് എന്നുള്ള സംഭവമൊക്കെ. പക്ഷേ എൻ്റെ അമ്മയെ അടിപൊളി സാധനങ്ങൾ. ഐ വിൽ ഷോ യു. കണ്ണിന് നല്ല എല്ലാതും ഗ്ലാസ് കൊണ്ട് ഉണ്ടാക്കിയത്. ദിസ് ഇസ് ലൈക്ക് തെറപ്പി. ഇപ്പോൾ നമ്മൾ വേറൊരു സോവിനേഴ്സൊക്കെ ഉള്ള ഷോപ്പിൽ വന്നതാണ്. അതിനായി പർച്ചേസ് ലൈക്ക് 2 പോസ്റ്റ് കാർഡ്സ്. 50p ആയിരുന്നു ഒന്നിന്. സോ മിനിമം കാർഡ് പേയ്മെൻറ്റ് 1 പൗണ്ട് ആയതുകൊണ്ട് ഞാൻ 2 മേടിച്ചു.
ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് ഈസ് ഭയങ്കര റിലേറ്റഡ് ടു ബാത്ത്, ബട്ട് ഇതായിരുന്നു ഞാൻ ഇനീഷ്യലി മേടിച്ചത്. എനിക്കറിയില്ല, എനിക്കിത് ഭയങ്കര ഇഷ്ടമായി കണ്ടപ്പോൾ. സോ അത് മേടിച്ചു. പിന്നെ 1 pound ആണ്. സോ ഒന്നും കൂടി എടുക്കണം എന്നുണ്ടായതുകൊണ്ട് ഐ ടുക്ക് ദിസ് തിങ് ടു. അല്ലാണ്ട് ഈ സ്ഥലത്തെ മെയിൻ അട്രാക്ഷൻസിൻ്റെ പിക്ചേഴ്സൊക്കെ ഉണ്ട്. പക്ഷേ ഒന്നും എനിക്ക് അത്രയധികം ഇഷ്ടമായില്ല. മേടിക്കാൻ മാത്രം 50 PA ഉള്ളൂ എങ്കിലും മേടിക്കാൻ മാത്രം എനിക്ക് അങ്ങനെ ഇഷ്ടമായില്ല. സോ ദാറ്റ് ഞാൻ ആ കുതിരക്കാരൻ്റെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. അത് മറ്റേതങ്ങോട്ട് എടുത്തു ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഇത് എത്രത്തോളം ബാത്തുമായിട്ട് റിലേറ്റ് ആവുന്ന പോസ്റ്റ് കാർഡ്സ് ആണെന്ന് എനിക്കറിയത്തില്ല. ആ ഷോപ്പിൻ്റെ മേളത്തെ നിലയിൽ വെറുതെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടക്കുകയാണ്. ഇവിടെ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. സോ ദാറ്റ് ധൈര്യമായിട്ട് ഇങ്ങനെ വ്ളോഗ് ചെയ്തുകൊണ്ട് നടക്കണം ഗൈസ്. ഇത് ഇവിടുത്തെ അപ്പൂപ്പന്മാരിടുന്ന തൊപ്പികളാണ്. ആൻഡ് ഇപ്പം നമ്മളുള്ളത് ബാത്തിലുള്ള മാർക്കറ്റിലാണ്. ഈ മാർക്കറ്റിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല. ഇവിടെയുള്ള ഒരു നല്ലതാണ്. ഞാനിവിടെ സമൂസയൊക്കെ കണ്ട് ഷോപ്പിൽ, സ്നാക്സിൻ്റെ ഷോപ്പിൽ. പിന്നെ ഇവിടെ എനിക്കറിയില്ല, ഇവിടെ കുറേ ഷോപ്സിലായിട്ട് ഞാനിങ്ങനെ ജ്വല്ലറീസ് കണ്ടുകൊണ്ടിരിക്കുക. അത് എന്ത് രസമാണെന്നറിയോ ഓരോന്നും കാണാൻ. കുറേ ഷോപ്സിൽ അങ്ങനെ ഇത് വെച്ചാൽ ഫുഡിൻ്റെ മാർക്കറ്റല്ല, ഫുഡുണ്ട്, ആക്സസറീസ്, മാലവള, സോവനീഴ്സ് എല്ലാതുമുള്ള മാർക്കറ്റ്. ഒന്നും മേടിക്കാൻ തോന്നില്ല, പക്ഷെ ഞാനെല്ലാം ഇങ്ങനെ കണ്ട് നടക്കാൻ ഇഷ്ടമായതുകൊണ്ട് അത് ചെയ്യും. അതുപോലെ ഇവിടെ കണ്ടോ, ഇങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ എന്തോ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഷേപ്പ് ഉണ്ട്, ഇങ്ങനെ സർക്കിളിൽ എന്തൊക്കെയോ ഇങ്ങനെ. ഈ ഫിഗറിന് പറയുന്ന പേരാണ് ലാബ്രിന്ത് എന്നാണ് നോയൽ എൻ്റെ അടുത്ത് പറഞ്ഞത്. നോയൽ അതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ റിസർച്ചിലാണ്. ലാബ്രിന്താ. അപ്പോൾ ഇങ്ങനത്തെ ഫിഗേഴ്സിനാണ് ലാബ്രിന്ത് എന്ന് പറയുന്നത്. എനിക്കറിയില്ലായിരുന്നു, എനിക്കിങ്ങനെ ഒരു വേർഡും അറിയില്ലായിരുന്നു. ഞാനിപ്പോഴാണ് എന്താ പറയുക മനസ്സിലാക്കിയത്. അപ്പോൾ ഇതൊക്കെ പുതിയൊരു അറിവാണ് ഗൈസ്. ഇങ്ങനെയൊക്കെ ട്രാവൽ ചെയ്താൽ പല കാര്യങ്ങളും. പിന്നെ ഇവിടെ ഒരു ചെമ്മരിയാടിനെ പോലത്തെ നായുണ്ട്, കണ്ട. സോ നൈസ്. പിന്നെ ഞാൻ ഇവിടെ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, പണ്ടത്തെ ടെലിഫോൺ ബൂത്ത് ഞാൻ കാണിച്ചില്ല. ഇപ്പം ആരും അത് യൂസ് ചെയ്യുന്നില്ല, പക്ഷെ അവരത് എടുത്തും കളഞ്ഞിട്ടില്ല. അങ്ങനെ തന്നെ വെച്ചിട്ട് അതിൽ മൊത്തം പൂവൊക്കെ നട്ട് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, വിച്ച് ഇസ് നൈസ്. നല്ല രസമുണ്ട്. എന്നുവെച്ചാൽ ഒരു ഉപകാരം ഇല്ലാണ്ടതായി പോകുന്നുമില്ല. പക്ഷെ പണ്ടത്തെ ടെലിഫോൺ ബൂത്താണെന്ന് ഇപ്പോഴും ആൾക്കാർക്ക് അറിയാം. പ്ലസ് ഒരു ഡെക്കോർ പോലെ. ആൻഡ് ഇപ്പം ഞാൻ നിൽക്കുന്നത് റിവർ ഏവൻ്റെ അടുത്താണ്. ഐ തിങ്ക് ഇറ്റ് ഇസ് പ്രൊനൗൺസ് ലൈക്ക് ദാറ്റ്. എനിക്ക് ഇവിടുത്തെ ഇവിടെ ഒരു ബ്രിഡ്ജും ഉണ്ട്, പൽനി ബ്രിഡ്ജ് എന്നാണെന്ന് തോന്നുന്നു പറയുന്നത്. എനിക്ക് ഉറപ്പില്ല അതിൻ്റെ പ്രൊനൗൺസിയേഷൻ എങ്ങനെയാണ്, ഇനിയിപ്പോൾ അതെനിക്കറിയില്ല. ബട്ട് എനിവേ, ഞാൻ ഈ റിവറിൽ ഒരു ഹോഴ്സ് ഷൂവിൻ്റെ ഷേപ്പിൽ ഇവരൊരു സംഭവം ചെയ്തിട്ടുണ്ട്. എന്തിനാ ചെയ്തത് എന്നുള്ള കാര്യമൊന്നും എനിക്ക് വ്യക്തമല്ല. ഞാൻ അതിനെ പറ്റിയിട്ട് റിസർച്ച് ചെയ്യാത്തതുകൊണ്ടാണ്. ബട്ട് ദെൻ ഞാൻ ഇങ്ങനെ കാണിക്കുമ്പോൾ അത്രയ്ക്കും വിസിബിൾ അല്ല, കാരണം ഒന്നാമത് ഞാൻ സിനിമാറ്റിക്കിൽ എടുത്തുകൊണ്ടിരിക്കുന്നത്. സോ ദാറ്റ് നല്ലോണം ഫോക്കസ് ആവുന്നില്ല. പക്ഷേ ഞാൻ വീഡിയോസ് ആഡ് ആക്കാം. ഇറ്റ്സ് ലൈക്ക് സോ നൈസ്. ഒരു കുഞ്ഞു വെള്ളച്ചാട്ടം കാണുന്ന പോലെ ഉണ്ട്. ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടൊരു ഹോഴ്സ് ഷൂ ഷേപ്പിൽ നല്ല രസമുണ്ട് കാണാൻ. I think this is the best way to end this vlog. This trip reminded me that sometimes we all need a little break. As students, life can get busy and stressful, alle? But you don't need a big vacation or lots of money. Sometimes a short trip, a peaceful walk, or just watching a sunset is enough. So if life feels a bit heavy, take a break, go somewhere nearby and enjoy the moment. Thank you.